ഇതിനെന്ത് പഴക്കം കാണും? സാർ, ഇത് വേണാട് ഭരിച്ചിരുന്ന വീരശൂര പരാക്രമിയും മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന സാറേ, ഈ എട്ടുവിട്ടി പിള്ളമല്ല, അതില് ഒരു പിള്ളയുടെ ഉടവാളാണ്. ഒരു 500 years കാണൂലേ? അതെ, ഞാൻ ഇതിനെന്ത് വില തരണം? അയ്യോ, ഇതിന് വിലയൊന്നും തരണ്ട. ഇത് ഞങ്ങളുടെ സാറിനുള്ള ഒരു ഒരു പ്രസന്റ് ആയിട്ട്. ഈ മേനോൻ അവതാരം ചെയ്യാറേ ഉള്ളൂ, തീരിക്കാറില്ല. അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിൽക്ക്, ഞാൻ വരുന്ന. അതെ, പ്രസാദിച്ച ലക്ഷണമുണ്ട്. കാശ് വല്ലതും തരാനാണോ നിൽക്കാൻ പറഞ്ഞത്? കാശല്ല പ്രശ്നം, ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ വല്ല പഴയ സാധനവും കിട്ടിയാൽ വിൽക്കാൻ വേറെ ആളെ അന്വേഷിക്കട്ടല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? സർക്കിളാണോ? മേനോനാ? അന്ന് കള പോയ വാളില്ലേ, അത് തിരിച്ചു കിട്ടി. അതെ അതെ. നൈസ് പ്ലേസ്. എന്തിനാ? ഫോർ ദാറ്റ് തിങ്. യു മീൻ? ഐ മീൻ ദിസ്. വീട് വരെ പിടിച്ചിരിക്കാനുള്ള ശക്തിയില്ല, അതുകൊണ്ടാ. മൈ സൺ. യെസ്. Come on, give me a company. Hey! എന്റെ കുപ്പി. കുപ്പി എന്റെ വണ്ടി പോയത് നോക്ക്. പിടിച്ചോ. कौन है? ए, गेट रखा। क्या बात है? गेट रखा। अरे क्या बात है? किसको मिलना है? बिठारो। क्या बात है? अरे ये क्या पागल है क्या? ആരുമില്ല ഇവിടെ. ഏയ്, ആരുമില്ല ഇവിടെ. എന്താ എന്താ കാര്യം? എന്താ കാര്യം? മര്യാദയ്ക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ കാർ കൊണ്ട് ഇടിച്ചിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞങ്ങളൊന്ന് പോകുന്നുള്ളൂ. സാമ്പത്തികമായി സമൂഹത്തിന്റെ മധ്യവർത്തി മണ്ഡലത്തിൽ കഴിയുന്ന സാധാരണക്കാരനായ ടൂ വീലേഴ്സ് ഓണേഴ്സിന് ഈ നഗരത്തിലൂടെ മോട്ടോർ സൈക്കിൾ മരണഭീതി ഇല്ലാതെ ഓടിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയണം. ഈ നാട്ടിലെ റോഡുകൾ ഇവിടുത്തെ കാർ ഓണേഴ്സിന് തീരെഴുതി കൊടുത്തത് എന്ന് പോലെയാണെന്ന് എനിക്ക് അറിയാം. ആരാണ് തീരെഴുതി കൊടുത്തതെന്ന് എനിക്കറിയണം. അറിയാം. എന്താ, അറിയാതെ പോവില്ലേ? പോകും, പക്ഷെ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ പോവില്ല. എന്ത് നഷ്ടമാ വന്നത്? ഒരു ഫുൾ ബോട്ടിൽ റം, 9 കോഴിമുട്ട, പിന്നെ കുറെ വെജിറ്റബിൾസ്, പിന്നെ വണ്ടിയുടെ കാര്യം. നീ പറ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി, ആക്സിലേറ്റർ കവർ പോയി, ക്രാഷ് ഗാർഡ് പോയി, മഡ് ഗാർഡ് പോയി, വണ്ടി കംപ്ലീറ്റ് പോയി. ഇപ്പൊ എന്തോ വേണം? ഇപ്പോഴാ പറയാം. വണ്ടിയുടെ ഞങ്ങൾക്കാകെ വേണ്ടത്, ഒട്ടും കൂട്ടി പറയുന്നില്ല, 349 രൂപ 95 പൈസ. അത് ശരി. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോ. പണം ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കാം. വീട്ടിലേക്ക് കൊടുത്തേക്കാം. വിജയ്, ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇവര് ഞങ്ങളുടെ വണ്ടി അവർക്ക് എന്താന്ന് വെച്ചാ കൊടുത്തുവിടെ. കണ്ടോ, സാറാള് മാന്യനാ. നിങ്ങളെ പോലൊന്നുമല്ല. എത്രന്നാ പറഞ്ഞേ? 349 രൂപ 95 പൈസ അല്ലേ? 95 പൈസ. അപ്പൊ 5 പൈസ അങ്ങോട്ട് കൊടുക്കണം. ബാക്കി 5 പൈസ വീട്ടിൽ കൊടുത്തയക്കാം. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. ഇതിന്റെ മേളിലായവന്മാരുടെ താമസം. ആ കിളവന്റെ ഒരു എളപ്പം കൊണ്ട് ഓടിച്ചു വിട്ടേ. തട്ടിക്കളഞ്ഞിട്ടെ. അയ്യോ, അത് വേണ്ട. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് അഴി എണ്ണാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പിന്നെ നിനക്കറിയാമോ ആരാണെന്ന്? ദിസ് ഈസ് ഗ്രേറ്റ് അപ്പാ
അപ്പാജി ഹലോ. താൻ എവിടെ ആയിരുന്നിടോ ഇത്രയും കാലം? ഒന്നും പറയണ്ട മച്ചമ്പി, കുറെ കാലം പുറത്തായിരുന്നു. പിന്നെ ബോംബെ, കൽക്കട്ട, മദ്രാസ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. താനിപ്പോ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നതൊക്കെ പഴയ തന്നെ. ഗുണ്ടായുസം, കൂലിത്തല്ല്. ആട്ടെ, താൻ എങ്ങനെ കൃത്യമായിട്ട് ഇവിടെ വന്നു? വന്നതല്ലോ, കൊണ്ടുവന്ന ആ കീഴത്തെ കേട്ട് കളവൻ എന്റെ മച്ചമ്പിയെ തല്ലിക്കാൻ. ഇവരാരാണെന്നറിയാമോ? എന്റെ ആൾക്കാരാ. മേലാൽ വാടക ചോദിക്കുകയോ അവരെ ശല്യപ്പെടുത്തി വെച്ചാലുണ്ടല്ലോ ഓടിച്ചു ഓടോ. വാ അപ്പാജി. Piano for sale. 36/942. Rose Garden. Rose Garden, St. Albert Street. പപ്പ ഒരു പിയാനോ വിൽക്കാനുണ്ടെന്ന്. പിയാനോ? ഓടാ. ലാഭമുള്ള വല്ല ബിസിനസ് ഉണ്ട് പറ രാവിലെ തന്നെ. ലാഭമുണ്ട് പപ്പ. ഒന്നും വേണ്ട. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ? തെക്കേക്കര പോൾട്രി ഫാമിൽ 500 കോഴികളെ കൊടുക്കാനുണ്ട്. 100 കോഴിക്ക് ആവറേജ്. അയ്യേ, കോഴിയോ? നാണക്കേട്. കോഴി ബ്രോക്കറാ? പിന്നെ റോഡിലിറങ്ങുമ്പോഴേ ആളുകളെ കോഴിക്ലാസ് കോഴിക്ലാസ് എന്ന് വിളിക്കും. എടാ ഫ്രെഡി, പ്രായവും വിവരമുള്ളവര് പറയുന്നത് കേക്കടാ. പ്രായമൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടാമത് പറഞ്ഞില്ല. എന്താന്ന്? വിവരം. എന്നാ വിവരമില്ലാത്ത ഞാൻ കോഴിയെ വാങ്ങാൻ തീരുമാനിച്ചു. എന്നാ വിവരമുള്ള ഞാൻ പിയാനോ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ എന്ത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമ്മൾ കോഴിയെ വാങ്ങിക്കുന്നു. നമ്മൾ പിയാനോ വാങ്ങിക്കുന്നു. കോഴിയെ വാങ്ങിക്കുന്നു. പിയാനോ വാങ്ങിക്കുന്നു. കോഴിയെ വാങ്ങിക്കുന്നു. ഫ്രെഡി. ഓക്കേ. കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട്. സാരമില്ല, ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. എക്സ്ക്യൂസ് മീ, യെസ്. പിയാനോ ഇത്ര റഫ യൂസ് ചെയ്യരുത്. ഓ, ഐ എം സോറി. അവളല്ലാതെ ആരും ഇത് തൊടാറില്ല. തൊടാൻ അവൾ സമ്മതിക്കില്ല. അവക്ക് തീരെ ഇഷ്ടമല്ല വിൽക്കാൻ. പക്ഷേ മിസ്സിസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ, വിലയൊന്നും അറിയില്ല. ന്യായമായിട്ട് എന്തെങ്കിലും ന്യായമായിട്ട് ചെയ്യാം. പക്ഷെ ഈ പിയാനോ എന്നൊക്കെ പറയുന്നത് നിത്യോപയോഗ സാധനമല്ലാത്തത് കൊണ്ട് പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് മോർ. പിന്നെ ഇതുപോലെ വല്ല സാധനവും വിൽക്കാനുണ്ടെങ്കിൽ വെറുതെ പത്രത്തിൽ പരസ്യം ചെയ്ത് പണം കളയണ്ട. ജസ്റ്റ് ഇൻഫോം നിക്കോളാസ് ഫ്രെഡി. என்னம்மா இது அப்படி சொன்னா எப்படி? 15க்கு தானே ஷூட்டிங் வச்சிருக்கு, 25க்கு வரணும் வரஞ்சா எப்படி? நீங்க எனக்கு ரொம்ப வேண்டப்பட்டவர், அது எல்லாருக்கும் தெரியுமே. ஹீரோயினா ஆனா அப்படின்னா அப்படி. நீங்க இல்லாம நான் படம் எடுக்க மாட்டேன், தெரியுமே. 25னா 25. அப்போ எப்போ காணோம்? ഓക്കെ ഓക്കെ, ശരി ശരി. പടം എടുപ്പൊക്കെ നിർത്തി വല്ല റബ്ബർ വെച്ചോടം തുടങ്ങിയാൽ എന്തെന്ന് ആലോചിക്കുക. എന്താ പ്രൊഡക്ഷന്റെ ഒരു ചെലവ്? അതിനിടയിലായി ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങള്, മറ്റ് ചോട്ടാ ചോട്ടാ പ്രശ്നങ്ങളോ പ്രശ്നങ്ങളാ. അതെ അതെ, എന്റെ പിയാനോയുടെ കാര്യം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ കഥയാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടിയാണ് തന്നോട് പിയാനോയ്ക്ക് പറഞ്ഞത്. അപ്പൊ വരുന്നു 2-3 പടങ്ങള്.
എല്ലാം മ്യൂസിക്കൽ സബ്ജക്ട്സ്. പടക്കം പൊട്ടുന്ന മാതിരിയല്ലേ പൊട്ടിയത്. അതുകൊണ്ട് ഹീറോയുടെ പ്രൊഫഷൻ ഞങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി. ഈ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് മാറ്റി ആരാച്ചാരാക്കി. സെന്റിമെന്റ്സ് കിട്ടും. സ്വന്തം മകന്റെ കഴുത്തിൽ കൊലക്കയറിടേണ്ടി വന്ന ആരാച്ചാർ, അയാളുടെ കഥന കഥ. ആരാച്ചാരാണെങ്കിലും അയാൾക്ക് പിയാനോ വായിക്കാമല്ലോ. വായിക്കാം, പക്ഷേ വയലിൻ മതിയെന്നാ ഡയറക്ടർ പറഞ്ഞത്. അപ്പോ പിയാനോ? സോറി, തൽക്കാലം എനിക്ക് വേണ്ട. ഇതാണെങ്കിൽ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്നെ 5-6 പ്രാവശ്യമായിട്ട് നടത്തുകയാണല്ലോ. താൻ പറഞ്ഞോണ്ടല്ലേ പിയാനോ വായിച്ചത്? ഈ ആരാച്ചാര് സെന്റിമെന്റ്സ്, എന്റെ ആരാച്ചാര് സെന്റിമെന്റ്സ്. ഞങ്ങൾ ഈ സബ്ജക്റ്റിന്റെ താൻ എന്നെ ആരാച്ചാരാക്കരുത് കേട്ടോ. ആരാച്ചാർ